ഗുഡ് ഈവനിങ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ 21ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാളിനേക്കാൾ മൂർച്ച വാക്കുകൾക്കുണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്. വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തക വായനാശീലമാണ് മനുഷ്യന്റെ ഭൗതിക നിലവാരം വർദ്ധിപ്പിക്കുന്നത്. ഒരു നല്ല പുസ്തകം മികച്ച സുഹൃത്താണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കാലം എത്ര മാറിയാലും വായനയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല. അറിവിന്റെയും ഭാവനയുടെയും മാസ്മരിക ലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും വായനയുടെ അനന്തതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. പുതിയ വായനാനുഭവങ്ങളും എഴുത്തനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവത്തിന്റെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അതിഥി എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട കവി റഫീഖ് അഹമ്മദാണ്. എനിക്കറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഞങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെയും ബഹുമാനത്തോടുകൂടിയും ഇന്ന് പുതുകവിത പുതുമൊഴി എന്ന വിഷയം നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതിൽ വളരെ സന്തോഷം. ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51ന്റെ 21ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി മഹാകവി, നോവലിസ്റ്റ്, ചലച്ചിത്രഗാന രചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനും ഏറെ പ്രിയങ്കരനുമായ ശ്രീ റഫീഖ് അഹമ്മദ് സാറാണ്. 1980കളുടെ തുടക്കത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച തോണിയാത്രയാണ് ആദ്യത്തെ കവിത. 1999 റിലീസ് ആയ ഗർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിക്കൊണ്ടാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെത്തുന്നത്. പറയാൻ മറന്ന പരിഭവങ്ങൾ ആണ് എഴുതിയ ആദ്യ ഗാനം. 2004 റിലീസായ പെരുമഴക്കാലം എന്ന സിനിമയിലെ രാഖിടിതൻ വഴിമറയും എന്ന പാട്ട് ഹിറ്റായതിനെ തുടർന്ന് ഈ പാട്ട് പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടി. 2008 റിലീസായ ഫ്ലാഷ് മികച്ച ഗാനരചനയ്ക്ക് ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത പ്രണയകാലം എന്നീ ചിത്രങ്ങളോടെ മലയാളത്തിലെ തിരക്കുള്ള ഗാനരചയിതാവായി റഫീഖ് അഹമ്മദ് സാർ മാറി. സ്വപ്നവാഗ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ, അഴുക്കില്ലം, തോരാമഴ, അമ്മത്തൊട്ടിൽ എന്നിവ പ്രധാന കൃതികളാണ്. റഫീഖ് അഹമ്മദിന്റെ കവിതകൾ എന്ന പുസ്തകത്തിന് ഓടക്കുഴൽ അവാർഡ്, അലമാരയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വൈലോപ്പിള്ളി അവാർഡ്, പി കുഞ്ഞിരാമൻ നായർ അവാർഡ് കൂടാതെ ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിനും അർഹനായി. AR റഹ്മാൻ മലയാളികൾക്ക് സമ്മാനിച്ച ഭക്തിയും വിരഹവും ഇഴപിരിഞ്ഞ് കേൾവിക്കാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗാനത്തിന് വരികൾ എഴുതിയത് മലയാളികളുടെ പ്രിയ കവി റഫീഖ് അഹമ്മദ് സാറാണ്. പുതുമയാർന്ന ബിംബങ്ങളും പദങ്ങളുമാണ് റഫീഖ് അഹമ്മദ് സാറുടെ ഗാനങ്ങളുടെ സവിശേഷത. ഒരേ സമയം അർത്ഥഗാംഭീര്യവും കാവ്യഗുണവും തുളുമ്പുന്ന ഗാനങ്ങൾ രചിച്ച് മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് തന്റേതായ ഇടം നേടിയ ശ്രീ റഫീഖ് അഹമ്മദ് സാറിനെ KFL വേദിയിലേക്ക് ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സാർ, തുടങ്ങാം. സാർ, മൈക്ക് ഓഫ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. നമ്മള് കവിതയെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന വേളയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമാ ഗാനങ്ങളുടെ മറ്റൊരു വിഷയമാണ്. ഇവിടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു. ഒരു കവിതയുടെ, പുതിയ കാലത്തെ കവിതയുടെ ഇന്നത്തെ വായനാനുഭവങ്ങളെ കുറിച്ച് വളരെ ദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നില്ല. നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഏകപക്ഷീയമായിട്ടൊരു കാര്യമായിരിക്കും. കവിത മറ്റ് എല്ലാ വ്യവഹാരങ്ങളെയും പോലെ തന്നെ
പരിണാമ വിധേയമാണ്. കാലങ്ങളിലൂടെ പലതരത്തിലുള്ള രൂപഭാവ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ്. ഏറ്റവും പുതിയ കാലത്തെ കവിത ഈ രീതിയിൽ പരിണമിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പുതിയതിനെ സ്വീകരിക്കാനും പുതിയത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള സ്വാഭാവികമായിട്ടും പല തടസ്സങ്ങളുണ്ടാവാം. പഴയ ഭാവുകത്വത്തിലൂടെ നീക്കി പോകുന്ന ആളുകൾക്ക് പുതിയ ഭാവുകത്വം മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരാം. അങ്ങനെയുള്ള പലപ്പോഴും അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല പല ഘട്ടങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കവിത എന്ന് പറയുന്നത് പലതരത്തിൽ പല ഭാവമാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഒരു കാലത്ത് മഹാകാവ്യങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദീർഘകാവ്യങ്ങളുടെയും ഖണ്ഡകാവ്യങ്ങളുടെയും കാലം ഉണ്ടായിരുന്നു. പിന്നീട് ചെറിയ കവിതകളിലേക്ക് മാറി വൃത്തബദ്ധമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള അലങ്കാരങ്ങളും ഛന്ദസ്സും ഒക്കെ നോക്കിക്കൊണ്ടുള്ള കവിതകൾ ഉണ്ടായിരുന്നു. പ്രാസൊക്കെ ദീക്ഷിച്ചുകൊണ്ടുള്ള കവിതകൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഗദ്യ കവിത രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ പരിണമിച്ചു വരുന്നുണ്ടെങ്കിലും കവിത എന്ന് പറയുന്ന ഒരു സംഗതി, ഇപ്പോ നമ്മൾ പൊതുവെ കത്തിയെ കുറിച്ച് പറയുമ്പോൾ കത്തി ആദ്യകാലത്ത് ഒരു ഇരുമ്പിന്റെ ഇരുമ്പ് കൊണ്ടുള്ള വെറും അലക് മാത്രമായിരുന്നിരിക്കാം. പിന്നീട് അതിന് പിടി വരുന്നു, ആ കത്തിയുടെ രൂപങ്ങൾ മാറുന്നു എന്നോ ഏറ്റവും വളരെ ആധുനികമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കത്തിയൊക്കെ വന്നിരിക്കുന്നു. പക്ഷെ കത്തിയുടെ പർപ്പസ് ഒന്നാണ്, അതിന്റെ ഉപയോഗം അത് പാപ്പിൾ മുറിക്കാനോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ മുറിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന പോലെ രൂപഭാവങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും കവിത എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നു. അത് നമുക്ക് പലപ്പോഴും കവിതയെക്കുറിച്ച് ഒരുപാട് സൈദ്ധാന്തിക വിശദീകരണങ്ങളും നിർവചനങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ പൂർണ്ണമല്ല. ഒരു നിർവചനവും അങ്ങനെ കവിതയെ പൂർണ്ണമായിട്ട് നിർവചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിവിടെ എന്തെങ്കിലും എന്റെ ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ മാത്രമായിട്ട് അതിനെടുക്കാൻ പറ്റുള്ളൂ. കവിതയെക്കുറിച്ചിട്ടുള്ള ഒരു അവസാന വാക്കോ അല്ലെങ്കിൽ തീർപ്പോ ഒന്നുമല്ല. പക്ഷെ എന്റെ അനുഭവങ്ങളോ എനിക്ക് തോന്നുന്നത്, എനിക്ക് കവിതയെ സംബന്ധിച്ച് എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള എന്റെ വായനാ പരിചയത്തിന്റെയും കവിതയെക്കുറിച്ചിട്ടുള്ള എന്റെ അന്വേഷണങ്ങളുടെയും ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന വിചാരങ്ങൾ മാത്രമേ അതിനെപ്പറ്റി കണക്കാക്കാൻ പറ്റുള്ളൂ. പുതിയ കാലഘട്ടത്തിൽ ഞാനീ പറഞ്ഞതുപോലെ ഇന്നിപ്പോ നമ്മൾ ഇന്റർനെറ്റിന്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്, ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ എല്ലാ കലാരൂപങ്ങൾക്കും കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ വായനാ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ആസ്വാദനത്തിന്റെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിക്കും വളരെ ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു സാമൂഹ്യ ചിന്തയുടെ ഒക്കെ രംഗത്ത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിലയിരുത്തിയിട്ട് വിശകലനം ചെയ്യേണ്ട മാറ്റങ്ങളാണ് അതൊക്കെ. ഏത് തരത്തിലാണ് മനുഷ്യന്റെ ബോധമണ്ഡലത്തെ ഇതൊക്കെ മാറ്റി തീർത്തിട്ടുള്ളത്, നമ്മുടെ വായനാ രീതിയെ എങ്ങനെ മാറ്റി തീർത്തിട്ടുണ്ട്, നമ്മുടെ ആസ്വാദനത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ അത് അത്തരം വിഷയങ്ങളിലുള്ള അവഗാഹമുള്ള ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ഇത് നമ്മുടെ ലോകത്തിൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ പോലുള്ള സംഗതികൾ, ഇന്റർനെറ്റിലൂടെ വരുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, പുസ്തക വായനയുടെ ശീലം മാറിക്കൊണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെ ഒക്കെ സ്ക്രീനിൽ വായിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഒട്ടുമിക്കവാറും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോൾ ആഴ്ചപ്പതിപ്പുകളും മാസികകളും ഒക്കെ തന്നെ പതുക്കെ ഓൺലൈൻ മാസികകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി തീർക്കുന്നത് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാകേണ്ടത് തന്നെയാണ്. ഒരു സാധാരണ ഇതൊക്കെ ഒന്ന് കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എഴുത്തിന്റെ അല്ലെങ്കിൽ കവിതയുടേതായാലും നോവലിൻ്റെതായാലും പൊതുവെ സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഒരു ആഴക്കുറവ് പലപ്പോഴും നമുക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ചിന്തകളുടെയും രചനകളുടെയും ഒക്കെ സ്ഥാനത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ സുഗമമായിട്ടുള്ള ഒരു വായനയിലൂടെ നമ്മളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില
തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്ക് രീതിയിലേക്ക് ഇത് മാറിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തെ വളരെ ആഴത്തിൽ നിരീക്ഷിച്ചിരുന്ന, പിന്നെ സമൂഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് പിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന കവിത അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു കലാരൂപങ്ങളൊക്കെ തന്നെ വളരെ ഉപരിപ്ലവമായ രീതിയിലുള്ള ഒരു രസിപ്പിക്കലിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാം എന്നുള്ളതല്ല, മറ്റൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പൊതുവെ കൂടുതലായിട്ട് അത്തരം രചനകളുടെ ഒരു ആധിക്യം നമുക്ക് കാണാൻ കഴിയും. ഈ ആധിക്യത്തിന്റെ ഉള്ളില് ഒരു പ്രളയം പോലെ ഓരോ ദിവസവും ഓരോ ആയിരക്കണക്കിന് കവിതകളും അതുപോലെ എഴുത്തുകളും കുറിപ്പുകളും ഓർമ്മക്കുറിപ്പുകളും വിശകലനങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ തന്നെ ഒരാൾക്ക് മുഴുവൻ ഇതിലൂടെ കടന്നുപോയിരിക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു വലിയ പ്രളയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ എന്റെയൊക്കെ തലമുറയുടെ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു എഴുത്തുകാരനാവണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അയാളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പങ്കും സമയം വായനയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് പുസ്തകങ്ങളോ അത്തരം കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വളരെ വളരെ ചെറിയ പരിമിതമായിട്ട് സാഹചര്യങ്ങളേ ഉള്ളൂ. വായനശാലകളിൽ നിന്ന് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി പുസ്തകം വായിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് വായിക്കാനൊക്കെയുള്ള ആഗ്രഹവും അതിനുള്ള ശ്രമങ്ങളും നടത്തിയിട്ട് കവിത എഴുതുന്ന അതിനുള്ള താല്പര്യം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കവിത എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് മുൻകാലത്തെ കവികൾ എഴുതിയിട്ടുള്ളത്, അവരുടെ കവിതകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അന്വേഷിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളും, അങ്ങനെ ഒരു എഴുത്തുകാരൻ രൂപപ്പെടുന്ന തീവ്രമായിട്ടുള്ള അയാളുടെ ഒരു ഭൂതകാലം ഉണ്ടായിരിക്കും. പരിശ്രമങ്ങളുടെയും അന്വേഷണത്തിന്റെയും ആയിട്ടുള്ള അങ്ങനെ ഒരു ഘട്ടം ആൾക്കുണ്ടാവും. അങ്ങനെയൊക്കെയാണ് അയാൾ എന്തെങ്കിലും എഴുതുന്നത്. അയാൾ ഒരു കവിതയോ കഥയോ ലേഖനമോ അയാൾ എഴുതുന്നു. ഇത് ആസ്വാദകരെ കാണിക്കുക എന്ന് പറയുന്നത്, ആസ്വാദകരുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് വന്ന് വലിയൊരു കടമ്പയാണ്. കാരണം ഒന്നോ രണ്ടോ വളരെ പിന്നെ കുറച്ച് പ്രസിദ്ധീകരണങ്ങളേ ഉള്ളൂ. ഒരു മാതൃഭൂമി ആഴ്ചപതിപ്പൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ, ഒരു ഗൗരവപ്പെട്ട ഒരു കൃതിയായിട്ട് ആളുകൾ പരിഗണിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആനുകാലികങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരണം. അപ്പൊ അതില് ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും അവർക്ക് അയക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കൃതികൾക്ക് മാത്രമേ വെളിച്ചം കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ടു വന്നിരുന്നത്, ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ഇന്ന് അതിന്റെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് എന്ത് എഴുതിയാലും അതിന്റെ ഗുണദോഷ വിചാരങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്വയം നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യാൻ കഴിയും. കുറെ ആളുകളൊക്കെ അതിന് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളോട് സ്നേഹമുള്ള കുറെ ആളുകൾ അതിന് നല്ല കമന്റ് പറയും. ചിലരൊക്കെ ചിലപ്പോൾ മോശം കമന്റും പറഞ്ഞു വരാം. ആ തരത്തില് പിന്നെ അങ്ങനെ ഒരു എഴുത്തുകാരൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയാണ്. എഴുത്തുകാരനും എഴുത്തുകാരിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ വളരെ അലസമായ രീതിയിലുള്ള രചനകൾ നിർവഹിക്കാൻ കഴിയുന്നു. അതിന് പിന്നെ ഈ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഇഷ്ടങ്ങൾ അയാൾക്ക് നേടാൻ കഴിയുന്നു. അങ്ങനെ അയാൾക്ക് വേണമെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വളരെ എളുപ്പത്തിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഒരു ദിവസം തന്നെ എത്രയോ പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ തരത്തില് എഴുത്തിന്റെ ലോകത്ത് അങ്ങനെയുള്ള ഈ സാങ്കേതിക വിസ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളെ ഇങ്ങനെ ഒരു ചെറിയൊരു മീറ്റിംഗിലും നമുക്ക് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഒരാഴത്തിൽ പരിശോധിക്കപ്പെടേണ്ട കുറെ മാറ്റങ്ങളാണത്. പുതിയ കവിതയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനെയൊക്കെ തന്നെ പുതിയ കവിതകളും മിക്കവാറും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കവിതയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞ ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കവിത നമ്മൾ ഒരു എഴുതുന്ന ഒരു എഴുത്തിനെ, അത് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നിർമ്മിതിയെ, ഒരു സംഗതിയെ ഞാൻ കവിത എന്ന് വിളിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ സ്വയം ഒരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. മറ്റുള്ളവരോട് പറഞ്ഞൊന്നല്ല, ഞാൻ തന്നെ അതിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഞാൻ കഥ എന്ന് പറയുന്നില്ല, എന്തുകൊണ്ട് അതിനെ ലേഖനം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അതിന് നാടകമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർമ്മക്കുറിപ്പോ ഒന്ന് പറയുന്നത്, ഞാൻ കവിത എന്നതിനെ വിളിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം ഈ കവിതയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് എനിക്ക് പലപ്പോഴും പല കവിതകളിൽ നിന്നും മനസ്സിലാവാറില്ല. കാരണം പലതും മിനിക്കഥകൾ പോലെ ചില സംഭവ വിവരണങ്ങൾ, ചില ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണോ കവിത എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമുള്ള കാര്യമാണ്.
ഈ പറഞ്ഞ പോലെ ഭാവുകത്വപരമായിട്ടുള്ള പുതിയ ഭാവുകത്വത്തെ ഉൾക്കൊള്ളാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു കവിതയെ മറ്റു തരത്തിലുള്ള ആവിഷ്കാര രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഭാഷാപരമോ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രപരമോ ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡന്റിറ്റി, അതിന്റെ ഒരു വ്യക്തിത്വം, ഇതിന്റെ അഭാവം ഒട്ടുമിക്കവാറും കവിതകളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും, എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കവിതകൾ, എന്റെ കവിതകളും എനിക്ക് ഇഷ്ടപ്പെടുന്ന കവിതകളും ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കവിതയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത, ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പൊക്കെ ചില മത്സരങ്ങളിലൊക്കെ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ചില കവിതകൾ വെച്ച് നോക്കിയപ്പോൾ ആ കവിതകളൊക്കെ തന്നെ വാമൊഴിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ചില പ്രത്യേക, നമ്മുടെ മലയാളത്തിൽ തന്നെ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലുമുള്ള പല ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അവരുടേതായിട്ടുള്ള വാമൊഴി വകഭേദങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള വകഭേദങ്ങൾ ചിലപ്പോൾ ഒരു തെക്ക് ഭാഗത്തുള്ള ഒരാൾക്ക് വളരെ വിദൂരമായ വടക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തില് സംസാരിക്കുന്ന ഭാഷ മുഴുവൻ മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വാമൊഴിയിലൂടെ വരുന്ന കവിതകൾ, അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കൗതുകം എന്നുള്ള നിലയിലോ ഒരു പരീക്ഷണം എന്നുള്ള നിലയിലോ അത്തരം കാര്യങ്ങളാവാം. പക്ഷെ അത് പുതിയ കാലഘട്ടത്തിലെ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമൊഴിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു ആശയം പ്രബലമാകുന്നത് അത്ര ആശാസ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വഴിയുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു വഴി നമ്മൾ അതിനെ തള്ളിപ്പറയുന്നില്ല, അങ്ങനെ വഴി സാധ്യതകളുണ്ട്. പക്ഷെ അതാണ് കവിത എന്നുള്ള രീതിയിലേക്ക് പോകുന്ന തരത്തിൽ വരുമ്പോഴതൊരു ഭേദപ്പെട്ട കാര്യമായിട്ട് തോന്നാറില്ല. കാരണം ഭാഷ എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംസ്കരിക്കപ്പെടുന്നതും വിപുലീകരിക്കപ്പെടുന്നതും കൂടുതൽ സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ്. അതിനെ പിന്നെ കാലങ്ങളിലൂടെ നമുക്ക് ഓരോ വാക്കുകൾക്ക് തന്നെ പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയ അർത്ഥമല്ല, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നെങ്കിൽ പോലും അതിന്റെ അർത്ഥഭാരങ്ങൾ വർദ്ധിക്കുകയും അതിന് പുതിയ അർത്ഥവിധാനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തരത്തില് ഭാഷയെ വീണ്ടും പിന്നിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എത്രമാത്രം നല്ല ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് സംശയം തോന്നിയിട്ടുണ്ട് പുതിയ കവിതകൾ വായിക്കുമ്പോഴും. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, ഞാനിപ്പോ ഇത്രയും പറഞ്ഞാലും സംക്ഷേപിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ ഏകദേശം നിങ്ങളുടെ സമയത്തിന്റെ ഒരുപാട് ഭാഗം കവർന്നെടുത്തെന്ന് തോന്നുന്നു. ഏറ്റവും സംക്ഷിപ്തമായ രീതിയിൽ കവിതയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, അത് കവിത എന്ന് പറയുന്നത് ഒരു ഭാഷ, നമ്മുടെ ഭാഷ കൊണ്ട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഒരു ആവിഷ്കാര രീതിയാണ്, അല്ലെങ്കിൽ ആവിഷ്കാര രൂപമാണെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കഥയും നോവലും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ള ആവിഷ്കാര രൂപങ്ങളുണ്ടായിരിക്കാം. അതിലൊന്നും ഭാഷ അത്രമാത്രം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഭാഷയെ നവീകരിക്കുകയും അതിന് കൂടുതൽ അർത്ഥവിധാനങ്ങൾ നൽകുകയും അതിന് ചക്രവാളങ്ങൾ വികസിപ്പിക്കുകയും അതിന് കൂടുതൽ സുന്ദരമാക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ശക്തമാക്കുകയും സുന്ദരമാക്കുകയും തീവ്രമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് കവിത എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ഇന്ന് പിന്നെ നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ കവിതകളെ കുറിച്ചൊക്കെ ആധുനിക കവിതയാണെങ്കിലും അതിനു മുമ്പുള്ള കവിതകളാണെങ്കിലും ഒരുപാട് വിമർശനങ്ങളും ആ കവിതകളെ കുറിച്ചൊക്കെ അത്തരം പുതിയ ഒരു കാവ്യ സമ്പ്രദായം ഉയർന്നു വരുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നിരൂപണം എന്ന് പറയുന്നത്, വിമർശനം എന്ന് പറയുന്നത് അത് വേറെ രീതിയിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. അതിപ്പോ ഒരു സാംസ്കാരിക വിമർശനം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം എന്നൊക്കെയുള്ള രീതിയിൽ അത് അതിന്റെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു തലം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കവിത എന്ന് പറയുന്നത് ഒരു ലാവണ്യ വസ്തു ആണ് എന്നുള്ള അതുകൂടിയാണ്. അതൊരു പിന്നെ ഒരു സാംസ്കാരിക വിമർശനത്തിന്റെ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങളെ പരാമർശിക്കുന്നതായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. അത് രാഷ്ട്രീയമായിട്ടുള്ള ധ്വനികളും അർത്ഥങ്ങളും ഉള്ളതായിരിക്കാം. അതിനൊക്കെ ഉപരിയായിട്ട് അതൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള സൃഷ്ടി കൂടിയാണ്. അതിന്റെ സൗന്ദര്യാത്മകമായ തലം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പലപ്പോഴും തോന്നുന്നു. അതുകൊണ്ട് കവിത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയം പറയാനോ ഒരു പ്രമേയം പറയാനുള്ള ഒരു വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കുറെയൊക്കെ, അങ്ങനെ മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ എൻ്റെ ആത്മനിഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചില പിന്നെ പൊതുവായിട്ടുള്ള പൊതുവെ ഏറ്റവും പ്രകടമായി കാണുന്ന ചില ട്രെൻഡുകളെ മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പിന്നെ കവിതയെ ഒരു സംക്ഷിപ്തമായിട്ടും സൂക്ഷ്മമായിട്ടും ധ്വനിപൂർണമായിട്ടും ഒക്കെ സൗന്ദര്യാത്മകമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കലാ സൃഷ്ടി എന്നതിനപ്പുറത്ത് അത്
ഒരു ആശയത്തെ വെറുതെ ഇങ്ങനെ പരത്തി പറയാനോ ഒരു അനുഭവത്തെ വിവരിക്കാനോ ഒരു കഥ പറയാനോ ഒക്കെയുള്ള ഒരു മാധ്യമം പോലെ ആയി മാറുന്ന കാഴ്ചയും പലപ്പോഴും കാണുന്നുണ്ട്. കവിത അത് മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇനിയുള്ള നിങ്ങളുടെയൊക്കെ തന്നെ സംഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആത്മനിഷ്ഠമായ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി. നമസ്കാരം. പുതുകവിത പുതുമൊഴി എന്ന വിഷയത്തിൽ ശ്രീ റഫീഖ് അഹമ്മദ് സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പുതിയ കാലയളവിലെ രചനകളെക്കുറിച്ച് സ്വന്തം നിലപാടുകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു സെഷൻ നയിക്കുകയുണ്ടായി. അടുത്തതായി സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും നിങ്ങളുടേതായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യും. ഹലോ സർ, നമസ്കാരം. എൻ്റെ പേര് സംഗീത. സർ, ഗർഷൂം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വന്നത്. അതിനു മുന്നേ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ പ്രചോദനം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ സമയത്ത് ഒരു പ്രോത്സാഹനം തന്നതെന്നൊന്ന് ഷെയർ ചെയ്യാം. സംഗീത, ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കവിതയെ കുറിച്ചിട്ടുള്ള ഒരു പുതുകവിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച ആയതുകൊണ്ടാണ്. ചലച്ചിത്രഗാനങ്ങളെ കുറിച്ചുള്ള ചർച്ച മറ്റൊരു വിഷയമാണ്. വിരോധമൊന്നുമില്ല, അത് പറയാം. പക്ഷേ നമ്മുടെ വിഷയം അതായിരുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിനിമാഗാനരചനയിലേക്ക് ഞാൻ സത്യത്തിൽ പിന്നെ വന്നത് വളരെ യാദൃശ്ചികമായിട്ട് ചില കാരണങ്ങളിലാണ്. ഞാനത് ഒരു ചലച്ചിത്രഗാന രചയിതാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തതല്ല, ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അതിന്റെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചില സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ ചില സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുടെ സിനിമാകർഷം എന്ന് പറയുന്ന സിനിമ ആദ്യം വരുന്നു. അപ്പൊ അതിന്റെ ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പാട്ട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഞാൻ മടിച്ചിട്ടാണെങ്കിലും അതിൽ പാട്ട് എഴുതുകയും ചെയ്തു. പിന്നീട് അത് എൻ്റെ തന്നെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയ പോലെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ വന്നു. അതിപ്പോ ഇപ്പോഴേ പുതിയ കാലഘട്ടത്തിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു കാലത്തോളം ഈ രംഗത്ത് വളരെ സജീവമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് സിനിമ. പക്ഷെ കാരണം എന്താ വെച്ചാൽ ഈ സിനിമാ ഗാനരചന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളരെ ആത്മനിഷ്ഠമായിട്ടുള്ള ഒരാളുടെ ആവിഷ്കാരമൊന്നുമല്ല. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിലെ മറ്റൊരുപാട് ഘടകങ്ങളെ പോലെ തന്നെ ഒരു സംഗതി മാത്രമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ അത്ര കാര്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശരിക്ക് സ്കോപ്പ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ. നമസ്കാരം സാർ, എൻ്റെ പേര് അരുൺ എന്നാണ്. നമസ്കാരം സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആഴ്ച പതിപ്പുകൾ ധാരാളം വായിച്ചിട്ടുണ്ട്, മാതൃഭൂമിയുടെയും ഒക്കെ. അപ്പോ അത് ഏകദേശം ഒരു 90കളിൽ ഒരു 90 മുതൽ ഒരു 97 2000-നകത്ത് നിൽക്കുന്ന ആഴ്ച പതിപ്പുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ സാർ പൊതുവെയാണ് സംസാരിക്കുന്നത്, ഒരാള് എന്നുള്ളതല്ല. അപ്പോൾ അന്നത്തെ കവിതകളുടെ ഖണ്ഡികകൾ വളരെ കൂടുതലായിരുന്നു, സ്റ്റാൻസസ്. ഇന്ന് പക്ഷെ അത്തരം കവിതകള് ഉണ്ടാകുന്നില്ല. അതിന് പകരമായിട്ട് കുറുങ്കവിതകളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒറ്റവരി കവിതകൾ. ഇപ്പൊ സാറിന്റെ തന്നെ കവിതകളിലും അത്തരമൊരു കുറുക്കിൽ കണ്ടിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഒരു ചോദ്യം. പിന്നെ ഈ ആശയത്തെ, ഇപ്പം ഒരാശയം അല്ലെങ്കിൽ എഴുതണമെന്ന് നമ്മുടെ മനസ്സ് വിമ്മിക്കുന്ന, അല്ലെങ്കിൽ അത് മനസ്സിൽ എത്തുന്ന ആ വിഷയത്തെ ഒരു ബ്രോഡായിട്ടായിരിക്കുമല്ലോ ഒരു പക്ഷെ ചിന്തിക്കുക. അപ്പം ആ ബ്രോഡായിട്ട് ചിന്തിക്കുന്നതിനെ എങ്ങനെ ഈ ട്രിം ചെയ്ത് ഈ ആറ്റി കുറുക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കവിത മാത്രമല്ല, ഞാൻ നേരത്തെ നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പല സാഹിത്യ രൂപങ്ങളുടെയും പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പൊ ചെറുകഥ തന്നെ ഇപ്പൊ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാല്
ഇപ്പൊ ചെറുകഥയിലെ മാസ്റ്റേഴ്സ് ആയിട്ട് കരുതപ്പെടുന്ന ആന്റൺ ചെക്കോവ് അല്ലെങ്കിൽ മോപ്പസാൻ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കാരൂര്, ബഷീർ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ചെറുകഥ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു ഒരു കാലത്ത്. ഇന്ന് വളരെ നീണ്ട ചെറുകഥ എന്നൊക്കെ പറഞ്ഞ പേജുകളോളം പരന്നെടുക്കുന്ന ഒരു രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. അത് അങ്ങനെ സംഭവിക്കുന്നു. പണ്ട് അത്തരം നീണ്ട കഥകൾ നോവലറ്റ് എന്നാണ് കൊണ്ട് വിളിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും പറയും നോവലറ്റ് എന്നുള്ള വാക്കേ ആരും ഉപയോഗിക്കുന്നില്ല. പല കഥകളും ഇപ്പൊ കഴിഞ്ഞത് ഏറ്റവും അവസാനം മാതൃഭൂമി വന്ന NS മാധവന്റെ മനോഹരമായിട്ടുള്ള കഥ, അത് തന്നെ 1 2 ലക്കങ്ങളിലായിട്ടാണ് വന്നത്. ചെറുകഥ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. കവിതയിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ കവിത ചെറുതാവുന്നുണ്ട്, ചില വലിയ കവിതകളും വരുന്നുണ്ട്. ഇപ്പൊ ചില വിവർത്തന കവിതകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മാസികയിൽ ഞാൻ കണ്ട് വളരെ നീണ്ട 4-5 പേജുകളിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ കവിതയെ സംബന്ധിച്ചിട്ടുള്ള എന്റെ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു സംക്ഷിപ്തത ഉണ്ടായിരിക്കുക, അത് ഏറ്റവും കുറുകി വരുന്ന തരം കവിതകളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ളത്. പരത്തി പറയുന്ന സംഗതികൾക്ക് നമുക്ക് നോവലിന്റെ പോലുള്ള വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കഥയുടെ ഇടങ്ങളുണ്ട്. കവിതയിൽ കാര്യങ്ങളെ അത്ര വിശദമാക്കി പറയേണ്ടതില്ല, അതിനെ ധ്വനിപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ളതും ഒന്ന് പറഞ്ഞ് 10 തോന്നിപ്പിക്കുക എന്നുള്ള ഒരു വിദ്യയാണ് സത്യത്തിൽ കവിതയിൽ വേണ്ടത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും നമുക്ക് കഴിയില്ല. പല അനുഭവങ്ങളും, ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഓരോ മനുഷ്യരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാം ഒന്നും കവിതയായിട്ടോ ഒന്നും രൂപപ്പെടില്ല, ചിലത് മാത്രമാണ് രൂപപ്പെടുന്നത്. അതിന് മുകളിൽ നമ്മൾ ധ്യാനിക്കുന്നു, ഇരിക്കുന്നു, വീണ്ടും വീണ്ടും കവിത എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒറ്റ ഇതിൽ വന്നിട്ട് ഒരുപാട് കവിതകൾ എനിക്കുണ്ട്, ഒറ്റ ഇരിപ്പിൽ എഴുതിപ്പോയിട്ട കവിതകളുണ്ട്. പക്ഷെ ഈ അങ്ങനെയുള്ള കവിതകളും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്, അത് ജനങ്ങൾക്ക് അവതരണ മുമ്പിൽ വെക്കുന്നതിന് മുമ്പ് അത് നിരവധി തവണ വീണ്ടും വീണ്ടും വായിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, ചുരുങ്ങിയ വലിപ്പത്തിൽ കൂടുതൽ പറയാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് കവിതയിൽ ഞാൻ അന്വേഷിക്കാറുള്ള ഒരു കാര്യം. ഒരു ചോദ്യം കൂടെ സാർ. സാറ് ഈ എന്താ പറയുന്നത്, ഒരു സാറ് കഥാരചനയും നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ 2 മീഡിയം എങ്ങനെ സാറ് ഇതിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം സാറ് എങ്ങനെയൊന്ന് വിശദീകരിക്കാൻ പറ്റും? ഇല്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ ഏത് രീതിയിൽ പറയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില അനുഭവങ്ങളെ ഏത് രീതിയിലാണ്, അത് ഇപ്പൊ ഒരു ആശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മനസ്സിൽ വരുന്നു, അത് വേണമെങ്കിൽ നോവലാക്കിയിട്ട് അവതരിപ്പിക്കാം, കഥയായിട്ട് അവതരിപ്പിക്കാം, കവിതയായിട്ട് അവതരിപ്പിക്കാം. ചിലത് അങ്ങനെ നോവലാക്കിയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ കഥയായി ശരിയാവില്ല, അത് കവിത തന്നെ ആയിരിക്കണം. അപ്പോൾ ഒറ്റ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എഴുതിയ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവും, മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന കവിത ആയതുകൊണ്ട് പറയാണ്. ഇപ്പോൾ തോരാമഴ എന്ന് പറയുന്നത്, ഇത് ഉമ്മുക്കുൽസു എന്ന കുട്ടിയുടെ മരണത്തെ പറ്റിയിട്ടുള്ള, ഇത് വേണമെങ്കിൽ കഥയാക്കിയിട്ട് വിശദീകരിച്ച് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ വിശദീകരിച്ച് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കവിത ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഫക്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചെഴുതിയൊന്നുമല്ല, പറയാണ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതെനിക്ക് കവിതയായിട്ട് തന്നെ തോന്നിയതും കവിതയായിട്ട് തന്നെ എഴുതിയതാണ്. പക്ഷെ അത് വേണമെങ്കിൽ വിപുലീകരിച്ചിട്ട് ഒരു കഥ പോലെയൊക്കെ വേണമെങ്കിൽ ആക്കാം. അത് ഉമ്മയെ കുറിച്ച് കുറെ വിവരിക്കാം, ആ കുട്ടിയുടെ ജീവിതം വിവരിക്കാം, ആ സ്കൂളിൽ പോയതും അങ്ങനെ കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ വിവരിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പൊ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, ആ കഥയിലെ കാര്യങ്ങൾ അങ്ങനെ കവിതയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല, കവിതയ്ക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രങ്ങളുടെ മനോവിചാരങ്ങളുണ്ട്, അവരുള്ള സംഭാഷണങ്ങളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഒരു കവിത ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കഥയായിട്ട് എഴുതിയത്. മറ്റു പലതും കവിതയായിട്ട് എഴുതുമ്പോഴായിരിക്കും കുറച്ചുകൂടി അതിന്റെ വിസ്ഫോടകം, ഒരു ശക്തി അതിനുണ്ടാവുന്നത്, ചെറിയ ഓലപ്പടക്കം പോലെയൊക്കെ വരുന്നത്, ഒരു ഓലപ്പടക്കം പൊട്ടിച്ചെറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം പോലെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണത്. ഹലോ, കേൾക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. ഈ നമ്മുടെ ഈ അക്ഷരങ്ങളെ ഈ തേച്ചു മിനിക്കുന്ന വിധം, ഇപ്പൊ സാർ പറയുന്നല്ലോ, ഇപ്പൊ നിരന്തരമായ എഡിറ്റിങ്ങിന്റെ ഒരു കാര്യം പറയുന്നല്ലോ. അപ്പം അതെങ്ങനെയാണ് സാർ എന്ന് വെച്ചാൽ വൃത്തനിബദ്ധമല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറിന്റെ കവിതകൾ. അപ്പോ പക്ഷെ അത് നമ്മളൊരു ഡൈജസ്റ്റ് അല്ലെങ്കിൽ ദഹിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒരു മിനുസമാക്കുന്നത് ഈ എഡിറ്റിങ്ങിലൂടെ ആണോ സാറ് ചെയ്യുന്നത്? അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
കവിത അങ്ങനെ എല്ലാ വാക്കുകളും അങ്ങനെ വളരെ മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. വളരെ പിന്നെ കഠിനമായിട്ട്, എന്താ പറയാ, കുറെ കൂടി പരുക്കനായിട്ടുള്ള ഇപ്പൊ കടമ്മനിട്ടയുടെ കവിതയൊക്കെ നമുക്കറിയാം. അതും എങ്ങനെ വേണേ എഴുതാൻ പറ്റും, എങ്ങനെ വേണേ എഴുതാം. പക്ഷെ കവിതയാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് വാക്കുകൾ ചിലപ്പോൾ 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൂന്നാമത്തെ അർത്ഥം, അങ്ങനെ കുറെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന അർത്ഥങ്ങൾ കവിതയിൽ ഒരു വാക്ക് മറ്റു സ്ഥലത്തിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കവിതയിൽ വരുമ്പോൾ അതിനുണ്ടാവുന്ന അർത്ഥമാറ്റം. അപ്പൊ നമുക്ക് ഏത് കവിത എടുത്ത് നോക്കിയാലും കഴിയാൻ പറ്റും. ഇപ്പൊ ഒരു കവിതയിൽ മഴ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഒരു പത്ര റിപ്പോർട്ടിലും അതേ മഴ എന്നുള്ള വാക്കുണ്ടായിരിക്കാം. പക്ഷെ 2 സ്ഥലത്തും 2 തരത്തിലുള്ള അർത്ഥങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ആ തരത്തില് കവിതയിലെ വാക്കുകൾക്ക് അർത്ഥമാറ്റവും അർത്ഥവൈപുല്യവും അർത്ഥവിസ്തൃതിയും ഒക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അത് സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ പദധ്യാനം കൊണ്ടും നിരവധി അതിനെ കുറിച്ചിട്ടുള്ള ശ്രമങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. സാറ് ഒരു ഈ ഇന്റർനെറ്റ് കവിതകളെ പറ്റി സാറ് പറഞ്ഞത് ഏകദേശം എല്ലാം ശരിയാണ്. കാര്യം ആർക്കും ഒരു കവിയാകാം, ഒരു കഥാകൃത്താകാം എന്നൊരു സാധ്യതയും അങ്ങനെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോ സാറ് കൂടുതലും ഓൺലൈനിൽ എഴുതി കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ഓൺലൈൻ ശ്രമം നടത്താത്തത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കവിത നമ്മൾക്ക് കിട്ടാത്തത് എന്നുള്ളത്? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ന് പിന്നെ അത് വളരെ ഒരു തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കാലഘട്ടത്തില് നമ്മുടെ നമുക്ക് എഴുതുന്ന കാര്യങ്ങള് പിന്നെ ആസ്വാദക മനസ്സുകളിലേക്ക്, അല്ല ആസ്വാദക സമക്ഷം അത് അവതരിപ്പിക്കണമെങ്കിൽ എളുപ്പമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ പത്രമാസികകൾ വളരെ ചുരുങ്ങിയതാണ്, അത് പ്രസിദ്ധീകരിച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വളരെ വിപുലമായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പിന്നെ അങ്ങനെ എഴുത്തിന്റെ ലോകത്തേക്ക് പല കാരണങ്ങളാൽ വരാൻ പറ്റാത്ത, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുപാട് വനിതാ സുഹൃത്തുക്കൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്നും ഒരു കാലത്ത് അത്രയും സജീവമായിരുന്നില്ല. അങ്ങനെ ആർക്കും എഴുതാവുന്നതും അവരവൻ എഴുതിയിട്ടുള്ളത് മറ്റുള്ള ആസ്വാദകരുടെ മുൻപാകെ വെക്കാനുള്ള ഒരുപാട് വലിയ തുറസ് ഇന്നുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്ലാറ്റ്ഫോം, പുതിയതല്ല, ഒരു കോവിഡ് സമയത്ത് രൂപപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഗൂഗിൾ മീറ്റിന്റെ വേറൊരു കുറച്ചുകൂടെ ഒരു ആധുനിക ഒരു വേർഷൻ ആയതുകൊണ്ട് അവിടെയും ഈ കവിതാ കൂട്ടായ്മകൾ ധാരാളം ഉണ്ടാകുകയും ഈ ആത്മപ്രകാശനം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ അർത്ഥത്തിൽ അതിന് സ്വാഗതം ചെയ്യേണ്ടതും നല്ലതാണ്. പക്ഷെ കവിത എന്ന് പറയുന്ന ആ രൂപത്തോട് കുറെ കൂടി ഗൗരവപൂർവമായിട്ട് സമീപനം ആവശ്യമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. മറ്റത് നമുക്ക് പിന്നെ ഇതൊന്നും ആരും ആഗ്രഹിച്ചാൽ ഇല്ലാതാവുന്ന കാര്യങ്ങളല്ല. കാരണം ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക വികാസം, വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും അങ്ങനെ ആയിപ്പോയത് മോശമാണ്, ചീത്തയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നിർമ്മിത ബുദ്ധിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് വേറെ കാര്യം. പക്ഷെ കവിതയോടുള്ള ഒരു പരമ്പരാഗതമായ രീതിയിൽ കവിതയെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ഉള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു ആശയത്തെ ഏറ്റവും സൂക്ഷ്മമായും സാന്ദ്രമായിട്ടും ഗഹനമായിട്ടും അവതരിപ്പിക്കാവുന്ന ഒരു മാധ്യമം കവിതയാണ്. അത് വെറുതെ ഏതെങ്കിലും വിഷയം വെറുതെ പറഞ്ഞു പോകാനോ അവതരിപ്പിക്കാനോ, ഒരു കഥ പറയാനോ, ഒരു പ്രമേയം അവതരിപ്പിക്കാനോ ഉള്ളതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കുറച്ചുകൂടി പിന്നെ ഒരു ക്രാഫ്റ്റോട് കൂടിയിട്ട് കുറച്ചുകൂടി ഒരു മെനക്കെട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. സാറേ, എൻ്റെ പേര് ബിജിൽ എന്നാണ്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ മലയാള കവിതാ സാഹിത്യം എന്ന് വെച്ചാൽ പരന്നു കിടക്കുന്ന ഒരു സാഹിത്യ ലോകമാണ്. അപ്പോൾ ഈ കവിതാ സാഹിത്യം ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലേക്ക്, പുതു കവിതകൾ പ്രാദേശികമായ ഭാഷകളിലേക്ക് ഇറങ്ങിയപ്പോൾ
അതിൻ്റെ ആയിട്ടുള്ള ആസ്വാദകരിലേക്ക് ഇത് എത്തിച്ചേരാനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് അത് നിൽക്കുന്നുണ്ടോ? അതായത് കവിതയുടെ ഒരു ആസ്വാദക പിന്തുണ അത് ലഭിക്കാനായിട്ട് ഇന്ന് ഈ പ്രാദേശിക ഭാഷകളിലേക്ക് കവിത ഇറങ്ങിച്ചെന്നപ്പോൾ അതിൻ്റെ ഒരു തടസ്സമായിട്ട് അത് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ എൻ്റെ ആമുഖ സംഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ പ്രാദേശിക വാമൊഴി വഴക്കങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലും കവിതയ്ക്ക് അനന്തമായ സാധ്യതകളാണല്ലോ. നമ്മൾ ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ പാടുള്ളൂ എന്നൊന്നും ആർക്കും ശഠിക്കാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യാം, ആർക്ക് ചെയ്യാം. പക്ഷെ അത് മാത്രമാണ് അതാണ് കവിതയുടെ പുതിയ വഴി എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അങ്ങനെ ഒരു വഴിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതും ഒരു വഴിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് ഈ ഭാഷാഭേദങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോ വാമൊഴി ശൈലി വ്യത്യാസങ്ങൾ വടക്കും തെക്കും മധ്യത്തിലുമൊക്കെ ഉള്ള ആളുകൾ ജീവിക്കുന്ന കേരളത്തിൽ ഇവിടെ സത്യത്തിൽ പറയാം ഓരോ 100 മീറ്റർ കൂടുമ്പോൾ പോലും നമ്മുടെ സംസാര ശൈലിയിൽ വ്യത്യാസം വരുന്നു പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും മാത്രം വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ്. അതിൽ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു മൊഴി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയാണ് കവിത എഴുതേണ്ടത് എന്നുള്ള പരോക്ഷമായ ഒരു സജഷൻ വരുന്നത് അത്ര ആശാസ്യമായിട്ട് തോന്നുന്നില്ല. അതേസമയം അങ്ങനെ ഒരു വഴിയുണ്ട്, അത് പരീക്ഷിക്കാവുന്നതാണ് എന്നും പറയാം. അപ്പം ഈ മലയാള കവിതയുടെ ഒരു പുതുവഴി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് ഇനി നോക്കേണ്ടത്? അതിനൊരു പ്രത്യേക ഒരു അല്ല അത് പുതിയ കവികൾ സൃഷ്ടിക്കും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ അതിനെ പറ്റി പറയാൻ കഴിയില്ല. അപ്പൊ കൂടുതൽ കവിത എന്ന് പറയുന്ന മാധ്യമത്തോട് കുറെ കൂടി ഗൗരവമായിട്ടുള്ള സമീപനം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപേക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. അതൊരു മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയാവിഷ്കരണ മേഖലയാണ്. വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് ലാഘവത്വത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ടതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പുതിയ കവിത പുതിയ ചക്രവാളങ്ങൾ നേടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. സർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച 2 കവിതകളാണ് തോരാമഴി അമ്മത്തൊട്ടിലും. ഇന്നും അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇത് സാറിന്റെ തന്നെ വ്യക്തി ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണോ? അതുപോലെ തന്നെ അമ്മത്തൊട്ടിലിനകത്ത് അവസാനം അമ്മ കണ്ണടയ്ക്കാതെ ചാരി കിടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിനകത്തില് പുസ്തകത്തിൽ ആക്ടിവിറ്റിയിൽ കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാം എന്നുള്ള രീതിയിലാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. സാറ് അത് എന്തുദ്ദേശത്തിലാണ് എഴുതിയെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അമ്മക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ആകാംക്ഷ. ആ തോരാമഴ എന്ന് പറയുന്ന കവിത എനിക്കറിയാവുന്നതാണ്. എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചൊന്നുമല്ല, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം പിൽക്കാലത്ത് വളരെ വർഷങ്ങൾക്ക് ശേഷം എന്തോ കാരണവശാൽ മനസ്സിലേക്ക് വരികയും അത് കവിതയായിട്ട് മാറുകയും ചെയ്തതാണ്. അപ്പൊ അത് അനുഭവം തന്നെയാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. കുട്ടി അറിയാം, പേരൊന്നും അതല്ല, വേറെ പേരാണ്. അപ്പൊ അങ്ങനെയാണ് കവിത ഉണ്ടായിട്ടുള്ളത്. മറ്റേ അമ്മത്തൊട്ടിലിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, അത് കവിത ഒന്നും അങ്ങനെ പഠിക്കാനുള്ളതല്ല. കാരണം അത് ആസ്വദിക്കാനുള്ളതാണല്ലോ. നമുക്കിപ്പോ ഈ 2+2 = 4 എന്നൊക്കെ പറയുന്ന പോലെ ചോദ്യങ്ങളൊന്നും അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അതില് കവിത എഴുതിയ ആള് അത്ര പ്രാധാന്യമുള്ള സംഗതിയല്ല. അത് വായിക്കുന്ന ആൾക്കാണ് പ്രാധാന്യമുള്ളത്. വായിക്കുന്ന ആള് ആ കവിത അയാളുടേതായിട്ട് രീതിയിൽ അയാളുടെ അനുഭവങ്ങളുടെയും വായനയുടെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എഴുതിയ ആളെക്കാളും ഉയരത്തിലാണ് സത്യത്തിൽ വായിക്കുന്ന ആൾ നിൽക്കുന്നത്. കാരണം അയാൾക്ക് നമ്മളിപ്പോ ഒരു 100 കൊല്ലം മുമ്പത്തെ കവിത ഇപ്പോൾ വായിക്കുമ്പോൾ അന്നത്തെ ആ കാലത്തേക്കാൾ എത്രയോ അറിവുകൾ അനുഭവങ്ങളൊക്കെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് വായിക്കുന്നത് നമ്മളൊക്കെ. അപ്പോൾ ആ കവി അന്ന് എഴുതിയതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള അർത്ഥതലങ്ങൾ നമുക്കതിന് സങ്കല്പിക്കാൻ കഴിയും. ഇത് ഈ ചെറിയ കവിതയാണ്. ഇതില് ഈ അമ്മ മരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോ അങ്ങനെയല്ല, വേറെ തരത്തിലും അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നന്ദി സാർ, താങ്ക് യു. സർ, എൻ്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സർ, ഈ അടുത്തിടെ ഫേസ്ബുക്കിൽ കുറിച്ച ഹേ കെ എന്ന കവിത നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നല്ലോ. ആ ആക്രമണങ്ങളെ എല്ലാം സാർ വീണ്ടും കവിത കൊണ്ട് തന്നെയാണ് പ്രതിരോധിച്ചത്. അത്തരത്തിലൊരു പ്രതിരോധ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ട് സൈബർ ആക്രമണങ്ങൾ കുറയുകയാണോ അതോ കൂടുകയാണോ ചെയ്തത്? അതുപോലെ തന്നെ അത്തരത്തിലൊരു പ്രതിരോധ മാർഗം സ്വീകരിക്കാനുള്ള കാരണം എന്തെല്ലാമാണെന്നും
പിന്നെ ഈ രചനകളൊക്കെ നമ്മളുടെ ആവിഷ്കാരത്തെ ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ സൈബർ ആക്രമണങ്ങൾ അതിന് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഒന്നാമത് ഈ കെ എന്നുള്ളത് ഒരു സത്യത്തിൽ ഒരു കവിതയായിട്ടൊന്നും ഞാൻ അതിനെ കണക്കാക്കിയിട്ടില്ല. എന്റെ സമാഹാരങ്ങളിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു പ്രതികരണം, പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം മാത്രമാണ്. ഈ കേരയിൽ എന്ന് പറയുന്ന ഒരു സംഗതി നടപ്പാക്കാൻ പോകുന്നു, അതിനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, അതിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ വന്ന് ആരും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പിന്നെ എതിരഭിപ്രായങ്ങളൊന്നും കേൾക്കാനില്ല. അപ്പൊ ചില സംശയങ്ങൾ ചോദിച്ചാണ്, ഇത്രയും തിരക്കിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഉള്ള റോഡുകൾ തന്നെ കൊണ്ടുപോയിട്ട് കിടക്കുന്നു, പാലങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല, അങ്ങനെ കുറെ വിഷയങ്ങൾ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്ര വേഗത്തിൽ പോയിട്ട് എന്ത് നേടാനാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. അത് കവിതാ രൂപത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കണക്കിൽ നന്നായി, കാരണം അത് ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ എനിക്ക് എന്റെ അറിവുകൾ കൊണ്ടായിരിക്കാം കേരളം നല്ലതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സംശയം ഞാൻ ചോദിച്ചു, പവൻ എന്നുള്ളവർക്ക് എന്റെ സംശയം ഞാൻ ചോദിച്ചു. അതിനെ തുടർന്നുള്ള ഒരുപാട് ചർച്ചകൾ വന്നു. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഈ സൈബർ ഇടങ്ങളില് പെയ്ഡ് ആയിട്ടുള്ളതോ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ പിന്നീടാണതൊക്കെ നമുക്ക് അറിയുന്നത്. അവരിപ്പോ ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരോട് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല, കാരണം അതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്. പഴയ കാലത്ത് നമുക്ക് ഈ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉള്ള, ഇപ്പോഴൊക്കെ കുറെ വൃത്തി വന്നു. പഴയ കാലത്ത് മുമ്പൊക്കെ ബസ് സ്റ്റാൻഡിലുള്ള കക്കൂസുകളിലൊക്കെ പലത് എഴുതി പല കാര്യങ്ങളും കരിക്കട്ട കൊണ്ടൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് എഴുതാൻ ഇപ്പോൾ വേറൊരു ഒരു 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 സ്പേസ് കിട്ടിയിരിക്കുകയാണ്. അവിടെ അവർക്ക് സുഖമായിട്ട് എഴുതാം. അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യാം. അതേസമയം ഇങ്ങനെ ഒരുപക്ഷെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ടാവാം. അപ്പൊ അതിനുള്ളൊരു മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ കവിതയിലാണ് തുടങ്ങിയത്, അത് കവിതയിൽ തന്നെ അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. പറയാനുള്ളത് കവിതയുടെ രൂപത്തിൽ എഴുതി, അതിന് കുറെ പ്രതികരണങ്ങൾ വന്നു, അതിന് എന്റെ മറുപടി കവിതയുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ബാക്കി നിങ്ങൾ ആയിക്കോളൂ എന്നുള്ളതാണ്. ചർച്ച ചെയ്യുകയോ കേരളയിൽ കൊണ്ടുവരികയോ കൊണ്ടുവരാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ആവട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഹലോ സർ, എന്റെ പേര് അമൃത. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ തലമുറ കവിതയേക്കാൾ ഏറെ ആസ്വദിച്ചു വരുന്നത് സിനിമാ ഗാനങ്ങളല്ലേ? ഉദാഹരണത്തിന് സാറിന്റെ മരണം എത്തുന്ന നേരത്ത് അത് കവിതയായി പ്രസിദ്ധീകരിച്ചതിനേക്കാൾ ഏറെ സ്വീകാര്യത ഒരു സിനിമാ ഗാനമായി ഇറങ്ങിയപ്പോൾ ലഭിച്ചു. അപ്പം കവിത എന്നതിന് ആസ്വാദനം കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ടോ? സംഗീതമാണോ അതിന് കാരണം? അത് എല്ലാ കാലത്തും കവിതയുടെ ശരിയായിട്ടുള്ള ആസ്വാദകർ ഇപ്പം മാത്രമൊന്നുമല്ല, എല്ലാ കാലത്തും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചിലപ്പോ ചില കവിതകൾക്ക് വലിയ ആസ്വാദകർ, ഇപ്പോ ചങ്ങമ്പുഴയുടെ രമണൻ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ രമണൻ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ കടമ്മനിട്ടയും ചൊല്ലിയിട്ട് കവിതകൾ ചൊല്ലി കവിയരങ്ങുകളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് വലിയൊരു ഇതുണ്ടായിരുന്നു. അതല്ലാതെ സാധാരണ കാലഘട്ടങ്ങളിൽ കുമാരനാശന്റെ പോലും കവിതകൾ ഇന്നിപ്പോ കുമാരനാശനെ പറ്റിയൊക്കെ പറയുന്നു എന്നല്ലാതെ എത്ര ആളുകൾ അത് ശരിക്കും വായിക്കുന്നുണ്ടെന്നുള്ള സംശയമാണ്. അപ്പൊ കവിത എല്ലാ കാലത്തും ചുരുങ്ങിയ ന്യൂനപക്ഷം ആൾക്കാർ മാത്രമേ വായിക്കൂ. അതാണ് നേരത്തെ പറഞ്ഞത്. അത് കവിത വായിച്ചത് ഉൾക്കൊള്ളാൻ ഒരു ശിക്ഷണം കൂടി ആവശ്യമാണ്. അത് വളരെ ഈസി ആയിട്ട് വായിച്ചു പോകുന്ന ഒന്നല്ല. അതേസമയം പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് വളരെ നമ്മളെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതത്ര അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നുമില്ല. അത് നമ്മളെ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ തന്നേക്കാം. സംഗീതം കൂടി കടന്നു വരുന്ന ഒരു, അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പാട്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ്, നമുക്ക് ആനന്ദം തരുന്ന ഒന്നാണ്. കവിത ചിലപ്പോൾ ആനന്ദം മാത്രമായിരിക്കില്ല തരിക, കുറെ കൂടി നമുക്ക് നമ്മളെ കുറെ കൂടി ഉണർത്തുന്ന ഒന്നായിരിക്കും, നമ്മളെ ഉറക്കങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരിക്കും, ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുന്ന ഒന്നായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇല്ലേ? സാർ,
സാർ എഴുതിയ ഒരു കവിത സാറിന്റെ സൗണ്ടിൽ ഒന്ന് കേൾക്കണമെന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ടില്ലേ? അയ്യോ, അത് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് ഒന്നാമത് കവിത ഇതിലേക്ക് എടുക്കുന്നത്, അപ്പൊ ഇതിൽ എടുക്കുമ്പോ അത് പോവും, ബുദ്ധിമുട്ടാവും. അത് എന്റെ കവിത പാട്ടായിട്ടും ഒക്കെ നിരവധി വന്നിട്ടുള്ളതല്ലേ. അപ്പൊ ഞാൻ തന്നെ അത് ചൊല്ലണ്ട, ഞാൻ അത്ര നല്ല കവിത നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളുമല്ല. അത് വേണ്ട, അത് പിന്നെ എപ്പോഴെങ്കിലും അവസരത്തിൽ നമുക്ക് കവിത ചൊല്ലിട്ട് ഞാൻ ഫേസ്ബുക്കിലോ മറ്റോ ഇടാം കേട്ടോ. സാർ ഒരു ചോദ്യം കൂടെ ചോദിക്കാം സാർ പോകുന്നതിനാണ്. ഈ നമ്മളുടെ പേര് നമ്മളെ വേട്ടയാടുന്ന, അല്ലെങ്കിൽ ആ പേര് കാരണം നമ്മൾ വേട്ടയാടപ്പെടുന്ന ഒരു സമയമാണ്. സാറിന് അങ്ങനെ ഒരു വേട്ടയാടപ്പെടൽ അത് അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പേര് കൊണ്ട് വേട്ടയാടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഭയം ഉണ്ട്. ഭയം ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഈ അന്യവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ള നിരന്തരമായ നമ്മുടെ സമൂഹം വളരെ വളരെ മോശമായ രീതിയിലേക്ക് മാറിയതുകൊണ്ട് ഭാവിയിൽ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയ ഉത്കണ്ഠകളും ഭയങ്ങളും ഉണ്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന, ഞാനൊക്കെ ജീവിച്ചിരുന്ന എന്റെയൊക്കെ നല്ല സമയത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന വളരെ നിർമ്മലമായിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ചിന്തിച്ചിരുന്ന പോലുമില്ല. ആ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുകയും നമ്മളൊക്കെ പരസ്പരം നമ്മുടെ പേരിന്റെയും നമ്മൾ ജനിച്ച മതത്തിന്റെയും ജാതിയുടെ ഒക്കെ പേരിൽ ആ രീതിയിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഭയപ്പെടുത്തുന്നുണ്ട്, പേടിപ്പെടുത്തുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് വളരെ സങ്കടം. പക്ഷെ എനിക്ക് അങ്ങനെ ഈ ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ആരിൽ നിന്നും, പ്രത്യേകിച്ച് സാഹിത്യ ലോകത്ത് അങ്ങനെ ഒരു ഇതും എനിക്കുണ്ടായിട്ടില്ല. അത് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കവിതകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ ഒന്നും നോക്കാതെ തന്നെ ഉണ്ടായിരുന്നു. സാറിനെ ഒരിക്കൽ നേരിട്ട് കാണും എന്ന് തന്നെ ഒരു വിശ്വാസത്തോടെ നേരിട്ട് കാണണമെന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു ഇത് തന്നെ ഒരു ഭാഗ്യമാണ്. കാര്യം നമ്മള് എന്താണ് പുസ്തകത്തിലൂടെയും സ്ക്രീനിലൂടെയും ഒക്കെ കണ്ട ഒരാളിനെ ആയിട്ടൊരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു സ്വപ്നവിദ്യയാണ്, കാണാവുന്നതാണ്. ഞാനിപ്പോ പൊതുവെ അധികം ഈ പൊതുപരിപാടികളിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തൊന്നും എത്താറില്ല. അതുകൊണ്ടായിരിക്കും നേരിട്ട് കാണാൻ പറ്റാതെ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും കാണാം. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എപ്പോഴും വേണമെങ്കിൽ വരാം. സ്വാഗതം, സന്തോഷം. ഓക്കെ സർ, താങ്ക് യു. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിനായി സാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇൻബോക്സിൽ വന്നതാണ്. ഹേന ടീച്ചറാണ് ചോദിച്ചേക്കുന്നത്. പരത്തി പറയുമ്പോൾ കവിതയുടെ ആത്മാവ് നഷ്ടപ്പെടുമെന്നത് ഒരു വാക്ക് അനേകം അർത്ഥതലങ്ങൾ ധ്വനിപ്പിക്കുമ്പോൾ വാക്കിന്റെ പ്രകാശം വായനക്കാരന്റെ മനസ്സിലേക്ക് ഏറെ ആഴത്തിൽ പതിക്കാൻ കഴിയുമോ? ഉദാഹരണമായി, അങ്ങയുടെ തോരാമഴയിൽ കുറേയേറെ വ്യത്യാസമായ രീതിയിൽ തന്നെ വാക്കുകളുടെ പ്രയോഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇത്തിരി പിന്നിയ കുഞ്ഞുടുപ്പ്, വില്ലൊടിഞ്ഞെന്ന് ചിങ്ങിടാറുള്ളൊരു കിടാവ്, പുതുതായി കുമ്മിച്ചിട്ട മണ്ണട്ടി തുടങ്ങിയ പ്രയോഗങ്ങളോ വാക്കുകളോ ഒക്കെ വല്ലാതെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. സാർ ആദ്യമേ ഒരു ചോദ്യം ചോദിച്ചത് ധ്വനിപ്പിക്കുമ്പോൾ വാക്കിന്റെ പ്രകാശം വായനക്കാരന്റെ മനസ്സിലേക്ക് ഏറെ ആഴത്തിൽ പതിക്കാൻ കഴിയുമോ? കഴിയും എന്നാണ് എന്റെ അനുഭവം. കാരണം എനിക്ക് പഴയ കാലത്ത് കവിതകൾ വായിക്കുമ്പോൾ, ഞാൻ ഇതേവരെ വായിച്ചു ചിലപ്പോൾ വലിയ വലിയ കവികളുടെ കവിതകളൊക്കെ വായിക്കുമ്പോൾ, എന്തിനാ നമുക്ക് ചെറിയ കുഞ്ഞുണ്ണി കവിത പോലും വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം 2 വരിയിലൂടെ പറയുന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എല്ലാവരും 2 വരി, അതായത് ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടാൻ പരുന്നു ഞാൻ എന്ന് പറഞ്ഞ 2 വരി. ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടാൻ പരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ദൈവസങ്കല്പം, ദൈവം ഉള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നുള്ളതും പക്ഷെ നമ്മൾ പുറമേ അന്വേഷിക്കുന്നു എന്നുള്ളതും, അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് അതൊരു ഇന്ത്യൻ ഫിലോസഫിയുടെ ദർശനത്തിന്റെ ഒക്കെ വലിയ കാര്യങ്ങളിലേക്ക് 2 വരി കൊണ്ട് പോകുന്നുണ്ട്. കവിത കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധ്യത അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ അല്ലെങ്കിലും
വേറെ തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അതിനൊന്നും നമുക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്, ഞാൻ അതിങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ടീച്ചർ ഇവിടെ എഴുതി വായിച്ച സംഗതി ഉണ്ടല്ലോ, അത് ശരി, അങ്ങനെ തന്നെയാണ്. അത് ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ വില്ലൊടിഞ്ഞ് എന്ന് ചുരുങ്ങിടാറുള്ള ഒരു പുള്ളിക്കൂട എന്ന് പറയുമ്പോൾ അതിൽ ആ ദാരിദ്ര്യവും ആ കുട്ടിയുടെ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പോകാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. താങ്ക് യു സർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിന് KUCT കുന്നം വിദ്യാർത്ഥിനി ഹരിപ്രിയയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം മാവേലിക്കര സാഹിത്യോത്സവം 51 കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിന്റെ 21ാം ദിനമായ ഇന്നും വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ ശ്രീ റഫീഖ് അഹമ്മദ് സാറാണ് നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നത്. കവിതയെക്കുറിച്ചിട്ടും വാമൊഴി കവിതകളെ കുറിച്ചിട്ടും മാറി വരുന്ന കവിത ആസ്വാദന രീതി അല്ലെങ്കിൽ കവിത എഴുത്തിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മളോട് വിശദമായി സംസാരിക്കുകയും നമ്മുടെ ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് അതീവ ശ്രദ്ധയോടെ മറുപടി നൽകുകയും ചെയ്ത ശ്രീ റഫീഖ് അഹമ്മദ് സാറിനോടുള്ള നന്ദി KFLന്റെ പേരിലും കുന്നം കുടുംബത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിച്ച നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറും KUCT കുന്നം കോളേജിന്റെ പ്രിൻസിപ്പളുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടും നമ്മുടെ പ്രോഗ്രാം കൺവീനറായ ലേഖ ടീച്ചറിനോടും മറ്റെല്ലാ അധ്യാപകരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുകൂടാതെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളോടും നമ്മുടെ മറ്റു കോളേജിൽ നിന്നുമുള്ള മറ്റ് വിദ്യാർത്ഥികളോടും എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.